അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നാവ് കൊണ്ടും നേരിട്ട് പറയുന്നത് കേട്ടിട്ടാണ് നമ്മൾ ആ വാക്ക് പറയുന്നത്. അതെന്നെ സ്ഥിരപ്പെടും. ഇത്രയും കാലമായിട്ട് ഇപ്പോൾ അയസന് ഞങ്ങൾക്ക് വയല് പറഞ്ഞ് തരേണ്ടി വന്നില്ലേ ഈക്കൻ്റെ പവർ. ഇത്രയും 10, 30, 40 കൊല്ലത്തിൻ്റെ ഇടയിൽ ശംസുലുലമനെ ഓർത്ത് കരയാൻ നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അയസനി ഉസ്താദിൻ്റെ വയലിൻ്റെ ഫലം മാത്രമാണ്. കളവ് പറയാൻ വേണ്ടി മാത്രം വായ തുറക്കുകയും അല്ലെങ്കിൽ വായ തുറന്ന കളവ് മാത്രം പറയുകയും ചെയ്യുന്ന ഒരു ചങ്ങായിൻ്റെ തള്ളലാണ് ഈ കേട്ടത്. നൗഷാദ് എന്ന് പറഞ്ഞ ഒരുത്തം വന്നിട്ട് എന്താണ്ടൊക്കെ വിളിച്ചു പറയാൻ തുടങ്ങിയതിൻ്റെ ശേഷമാണ് നമ്മൾ ശംസുലുലമാൻ്റെ മഹത്വം പഠിച്ചത്. യഥാർത്ഥത്തിൽ ബഹുമാനപ്പെട്ടവരുടെ മഹത്വം ഞങ്ങളൊക്കെ പഠിച്ച് ഞങ്ങളെ ഉസ്താദന്മാരിൽ തന്നെയാണ്. ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് തന്നെ നമ്മളെ ഉസ്താദന്മാർ ശംസുലുലമാൻ്റെ മഹത്വം പറഞ്ഞു തരാറുണ്ട്. ഒരുപാട് വിഷയങ്ങളും പ്രതിസന്ധി ഘട്ടങ്ങളിൽ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ഒപ്പം നിന്നത്, അരീക്കാട്ട് പള്ളി പ്രശ്നത്തിൽ, അതല്ലാത്ത വേറെയുള്ള വിഷയത്തിലൊക്കെ ബഹുമാനപ്പെട്ട എ പി ഉസ്താദിൻ്റെ കൂടെയായിരുന്നു ശംസുലുലമ എന്നും ദൗർഭാഗ്യകരമായ ആ പിളർപ്പിൻ്റെ വക്കിൽ മാത്രം ചില ആളുകൾ ബഹുമാനപ്പെട്ടവരെ വശീകരിച്ച് അപ്പുറത്തേക്ക് നിന്നതാണ് എന്നും സമസ്തയുടെ 60ാം വാർഷിക സമ്മേളനത്തിൽ പോലും ചില ആളുകൾ കുത്തിത്തിരിപ്പുണ്ടാക്കിയപ്പോൾ ബഹുമാനപ്പെട്ട ശംസുലുലമ നിന്നത് എങ്ങോട്ടായിരുന്നു, എവിടെയായിരുന്നു എന്നൊക്കെ കൃത്യമായി ബഹുമാനപ്പെട്ട ഉസ്താദുമാർ പറഞ്ഞു തന്നിട്ടുണ്ടെന്ന് ഇവർക്കും അറിയാം. അതുകൊണ്ടാണ് ഈ നൗഷാദ് എന്ന് പറയുന്ന ഒരുത്തൻ മുസ്ലിമായിരുന്ന കാലത്ത് പറഞ്ഞത്, ഷിയായിസത്തിൽ മുങ്ങിത്താണീന് മുമ്പ് ഓന് സുന്നിയായി ജീവിച്ചിരുന്ന കാലത്ത് ഇവൻ പറഞ്ഞതെന്ന് കേട്ടു നോക്കി. എന്തിനധികം പറയണം? നിങ്ങൾക്കറിയുമോ മഹാനായ ശംസുലുലമ അബൂബക്കർ മുസ്ലിയാർ അല്ലാഹു തആല അവിടുത്തെ ദർജ വർദ്ധിപ്പിക്കുമാറാകട്ടെ. ഞങ്ങളൊരിക്കലും ശംസുലുലമയെ കുറ്റം പറഞ്ഞു എന്ന് പറയാനോ അത് തെളിയിക്കാനോ നിങ്ങൾക്കെവിടെയും സാധ്യമല്ല. ശംസുലുലമ അബൂബക്കർ മുസ്ലിയാർ ആശീർവദിച്ച ഒരു പണ്ഡിതനാണ്, മഹാനായ ഖമറുൽ മസ്താലിയത്ത്. ഇതാണ് ഞാൻ പറയാറുള്ളത്. ഈ കുരുവട്ടൂരികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് പറഞ്ഞതിന് ഗണ്ണനായിരിക്കും, ഒന്നെങ്കിൽ നാളെ പറയുക, അല്ലെങ്കിൽ അതിന് ഇന്ന് വൈകുന്നേരം പറയും മറുപടി, അല്ലെങ്കിൽ ഇവന്മാർ എവിടെയെങ്കിലൊക്കെ ഇന്ന് പറഞ്ഞതിന് മറുപടി പറഞ്ഞിട്ടുണ്ടാവും. ഈ കുരുവട്ടൂർ ഹാഫിദ് എന്ന് പറയുന്ന കുരുവട്ടൂർ കാട്ടുകള്ളം പറഞ്ഞതിന് വ്യക്തമായുള്ള മറുപടി വർഷങ്ങൾക്ക് മുമ്പ്, അതായത് ഒരു മുസ്ലിമായിരുന്ന കാലത്ത് തന്നെ നൗഷാദ് മറുപടി പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇപ്പം നിങ്ങളാ കേട്ടത്.